കുറിച്ച് ആലോചിച്ച് പോവുക. ഈ അടുക്കളയിൽ നിന്ന് ജീവിതം തീർക്കാനാണ് എനിക്ക് യോഗം. എന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ വലിയ ജോലിക്കാരായി. എന്ത് ചെയ്യാനാ? നമുക്ക് എത്ര നേരം നിന്നെ കൂട്ടി വിളിക്കുന്നത്. എനിക്ക് സോന ഞാനല്ല വരാത്തത്, രേവതിയെ വരാത്തത്. അവളിതാ ഇപ്പൊ എത്തിയിട്ടുണ്ട്. വാങ്ങി നമുക്ക് കളിക്കാം. ഞാൻ പശുവിനെ നോക്കിയിരിക്കുന്നു. ഞാൻ ഇത്രയും നേരം നിങ്ങളെ കാത്തിക്കില്ല. ഞാനവിടെ ഗ്രൗണ്ടിൽ ഫസ്റ്റ് എത്തി. സ്കൂൾ വിട്ട് ഞാൻ ഓടി വന്നിക്കുക കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ ആരും കാണുന്നില്ല. എന്താ നമ്മളിപ്പോ കളിക്കുക? കക്ക് കളിക്കണോ അതോ സാറ്റ് കളിക്കണോ? ഇന്നലെ കക്കല്ല കളിച്ചു, ഇന്ന് നമുക്ക് സാറ്റ് കളിക്കാം അല്ലേ? അതെ ഞാനും പറയാമായിരുന്നു. ഇന്നലെ നമ്മൾ കക്ക് കളിച്ചില്ല, നമുക്ക് സാറ്റ് കളിക്കാം. അതെ സന്ധ്യാകുമ്പത്തേക്ക് വീട്ടിൽ കയറണം, അല്ലെങ്കിൽ അമ്മ എന്നെ ചീത്ത പറയും. അതെ പറഞ്ഞു പറഞ്ഞ് സമയം കളയണ്ട, വേഗം എണ്ണിക്കോളൂ. ഇവക്ക് എന്ത് പറ്റി? രേവതി, എടി രേവതി, നീ എന്താ ആലോചിക്കുന്നത്? അടുപ്പത് കളിച്ചു പോകണം നീ കണ്ടില്ലേ? എന്റെ ഒരു ഇതൊക്കെ നീ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഇപ്പൊ നിനക്ക് 2 മക്കളായില്ലേ, കുടുംബമായില്ലേ, നിനക്ക് എന്താ സന്തോഷത്തിന് കുറവുണ്ടോ? അത് രേവതി, അവരൊക്കെ ഇതേപോലെ കുടുംബജീവിതം നയിക്കുന്നില്ലേ, നീ മാത്രമാണോ? എന്റെ ഒരു നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നീ ആ പാത്രം കിട്ടി നീ കിടക്കാൻ നോക്ക്. അതൊക്കെ ആലോചിച്ചാലേ സമയം ഒരുപാടാവും. നിന്നെ എനിക്ക് തനിച്ചിട്ട് പോകാൻ പേടിയാവുന്നു രേവതി. സത്യം പറഞ്ഞാല് നീ വന്ന് കിടന്നേ, എനിക്ക് പാത്രം രാവിലെ കഴുകാം. നീ വാ, വേഗം വന്നേക്കണേ. ഞാൻ അവിടെ അച്ഛൻ്റെ റൂമിൽ കിടക്കാം. നീ മക്കളെയും കുട്ടി അവിടെ കിടന്നു. ഇല്ല, അവനെ കിടത്താം. നീ വേഗം വാട്ടോ. കുറച്ച് കൂടുതലാ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. കുറച്ച് ദിവസം കഴിഞ്ഞ അമ്മ അമ്മമ്മന്റെ അടുത്ത് നിൽക്കാൻ പോവല്ലോ. അപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്താ രേവതി മോളൂ, നീ തല തിരിഞ്ഞു മറിഞ്ഞാൽ കിടക്കുന്നു? നീ എന്തായാലും കിടന്നോ. രേവതി രാവിലെ പോവാം, നമുക്ക് ടൗണിൽ പോയി ഞാൻ ഡ്രസ് എന്തെങ്കിലും നോക്കിയിട്ട് വരാം കേട്ടോ. നീ ഇപ്പൊ കിടന്നോ, നാളെ നമുക്ക് ശരിയാക്കാം. മക്കളെ പ്രാർത്ഥിച്ചൊക്കെ കിടക്കട്ടോ, നമുക്ക് തീരെ സുഖമില്ലാത്തതാ. അമ്മേനൊക്കെ ശ്രദ്ധിക്കണേ. രേവതി ചായ എടുത്തത് ഞാൻ എണീക്കാം. നല്ല ക്ഷീണം, എനിക്ക് എണീക്കാൻ കഴിയുന്നേ ഇല്ല.